കള്ളാടിയിലെ മണ്ണിടിച്ചിലുണ്ടായ കാര്യം അതിൻ്റെ കാരണക്കാരൻ കഴിഞ്ഞ സർക്കാരായിരുന്നു, അല്ലെങ്കിൽ പിണറായി വിജയനായിരുന്നു എന്ന് അടിച്ചേൽപ്പിക്കാൻ ആപത് ശ്രമിക്കുന്നുണ്ട് സതീശൻ സർക്കാരും മന്ദബുദ്ധികളായ അണികളും ചേർന്നിട്ട്. പക്ഷേ പഴയതുപോലെ ആ ക്യാപ്സുകൾ അങ്ങോട്ട് എറിക്കുന്നതായിട്ട് കാണുന്നില്ല. കാരണം അതിൻ്റെ പ്രതിഫലനം സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം 100 വട്ടം അല്ലെങ്കിൽ 1000 വട്ടം പറഞ്ഞ് അത് സത്യമാക്കി, ഒരു കള്ളം 100ഉം 1000 വട്ടം പറഞ്ഞത് സത്യമാക്കി ജനങ്ങളിലേക്ക് എത്തിച്ച് ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ഒക്കെ അധികാരത്തിൽ കയറിയതാണ്. പക്ഷേ എന്നും സത്യത്തിന് മാത്രമേ മൂല്യമുള്ളൂ. എത്ര ആയാലും കള്ളം മറന്നേക്ക് പൊളിച്ച് വരിക തന്നെ, പുറത്ത് വരിക തന്നെ ചെയ്യും. ഇപ്പോൾ ഒരു 1.5 മാസമായിട്ടേ ഉള്ളൂ. ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായിരുന്നു സത്യമെന്നും ആരായിരുന്നു നീതിമാനായ ഭരണാധികാരിയെന്നും ഒക്കെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കുറേ മന്ദബുദ്ധികളായ വൈറ്റ് സിമെൻ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന അണികൾക്ക് മാത്രമേ ഉള്ളൂ ഇതൊന്നും അറിയാത്തത്. അപ്പോൾ പറയാൻ വന്നത്, കഴിഞ്ഞ മാസം 20-ാം തീയതിയെന്ന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായതാണ് അവിടുത്തെ മണ്ണ് അപകടം ക്ഷണിച്ചു വരുത്തുന്നതാണെന്നും ആ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യണമെന്നുള്ള കാര്യം. അത് 25-ാം തീയതി ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം കൂടെ അദീല അബ്ദുള്ള ഉൾപ്പെടെ 2 IAS ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള അന്വേഷണ സംഘം അവിടെ കമ്മിറ്റി മീറ്റിംഗ് കൂടി തീരുമാനിച്ചതാണ്. അത്രയും മണ്ണ് എടുത്താൽ, ആ സമയത്തെടുത്താൽ അവിടെ അപകട സാധ്യത കൂടുകയുള്ളൂ. അതുകൊണ്ട് ആ ഇടുന്ന മണ്ണിൻ്റെ ഹൈറ്റ് കുറയ്ക്കാനുള്ള നടപടികൾ ഉണ്ടാവണം എന്നുള്ള കാര്യം അന്ന് തീരുമാനിച്ച് മിനിറ്റ്സിനകത്ത് എഴുതിയും വെച്ചിട്ടുള്ളതാണ്. അപ്പം എങ്ങനെയുള്ള കാര്യത്തിനായാലും ബില്ലിംഗ് ആയിരുന്നു കൊങ്കൺ റെയിൽവേ കമ്പനി, എങ്ങനെയുള്ള കാര്യത്തിന് വേണമെങ്കിലും. അപ്പോൾ അവർ ആവശ്യപ്പെട്ടത് ഈ മണ്ണ് 1,00,000 ക്യൂബിക് ടൺ മണ്ണ് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം ഞങ്ങൾക്ക് കണ്ടെത്തി തരണം എന്നതാണ് അവരാവശ്യപ്പെട്ടത്. അത് അവിടുത്തെ കോഴിക്കോട് പൊതുമരാമത്ത് വകുപ്പിനെ ഏൽപ്പിക്കുകയും ചെയ്തതാണ്. അവർ 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. ഇത് പഠിച്ച ശേഷം റിപ്പോർട്ട് കൊടുക്കാം, അവരെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിരുന്നതാണ്. 2 ആഴ്ചയും കഴിഞ്ഞു, അവിടെയും കഴിഞ്ഞു, അമരവും കഴിഞ്ഞു. അപ്പോൾ പൊതുതലത്തിൽ തന്നെ ഉദ്യോഗസ്ഥർക്ക് തന്നെ മന്ത്രിസഭയിൽ തന്നെ അവർ തന്നെ ചർച്ചയാക്കി, അവർ തന്നെ പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമാണ്. അവിടെ ഒരു അപകടം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഒരു പ്രതീക്ഷിച്ച കാര്യമാണ്. ചിലപ്പോൾ അപകടം ഉണ്ടാവാം, മഴ ഇങ്ങനെ ശക്തമായിട്ട് നിന്നാൽ അപകടം ഉണ്ടാവാമെന്ന് അവർ പ്രതീക്ഷിച്ച കാര്യമാണ്. ഓക്കെ. അപ്പോൾ 204.04 മില്ലിമീറ്റർ മഴ ഉണ്ടെങ്കിൽ തന്നെ അതിതീവ്ര മഴയായിട്ട് കണക്കാക്കുന്നിടത്ത് 225 മില്ലിമീറ്റർ മഴ വന്നിട്ട് പോലും അവിടെ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മണ്ണിടാനുള്ള സ്ഥലം കാണിച്ചു കൊടുത്തില്ല. അത് മാത്രമല്ല അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ചിലവ് വരെ കമ്പനി വഹിക്കാമെന്നും കൂടി പറഞ്ഞിട്ടുള്ളതായിട്ടാണ് മിനിറ്റ്സിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ. കാര്യങ്ങളെല്ലാം സത്യങ്ങളെല്ലാം ഇതായിരുന്നിരിക്കെ നുണപ്രചാരണങ്ങൾ, എന്നെ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്, എന്നെ കാലാവസ്ഥ നിരീക്ഷകനെന്ന് വിളിച്ച് കളിയാക്കി, അത് കളിയാക്കി, ഇത് കളിയാക്കി, എന്തെല്ലാം നുണകൾ ആരെല്ലാം കേൾക്കുക, എന്തെല്ലാം കഥകളി കാണിച്ചാലും, എന്തൊക്കെ മോണോ ആക്ട് മിമിക്രിയും കാണിച്ചാലും ശരി തന്നെ സത്യം അവിടെ പത്തരമാറ്റോടുകൂടി തിളങ്ങി നിൽക്കുക തന്നെ ചെയ്യും. ഇത് മാത്രമല്ല, കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ പറഞ്ഞതായിട്ട് മിനിറ്റ്സിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, സർക്കാർ തലത്തിൽ നിന്ന് എന്നാണോ ഈ മണ്ണ് സൂക്ഷിക്കാനുള്ള സ്ഥലം കണ്ടെത്തി തരുന്നത് അതുവരെ ഇവരുടെ കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വത്തിൽ തന്നെ ആ മണ്ണ് അവിടെ കീപ്പ് ചെയ്യാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് അവർ വേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. മണ്ണിനകത്ത് വെള്ളം എത്രത്തോളം ഇറങ്ങാതെ സൂക്ഷിക്കാൻ പറ്റുമോ അത്രത്തോളം അത് കീപ്പ് ചെയ്യാം എന്നുള്ളതും അവർ മിനിറ്റ്സിനകത്ത് എഴുതിയിട്ടുണ്ട്. ആ എഴുതിയ കാര്യം അവർ പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് അവിടെ ആ മൺകൂനയ്ക്ക് മുകളിൽ മഞ്ഞയും നീലയും ടാർപോളിൻ വിരിച്ചിട്ടിരിക്കുന്നത് നമ്മൾ ടെലിവിഷനിൽ കണ്ട കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഈ സർക്കാർ ഭരണത്തിൽ കയറിയ അന്ന് മുതൽ ഇന്ന് വരെ എന്ത് കാര്യമുണ്ടെങ്കിലും ഇവരുടെ ഭാഗത്തു നിന്ന് എന്ത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം കഴിഞ്ഞ സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ഒരു ഉത്സാഹമാണ് ഇവർ കാണിക്കുന്നത്. പക്ഷേ അതിനകത്തൊരു കാര്യമുള്ളത്, ഇത് എത്ര കാലം, ഈ ഒരു 5 കൊല്ലമാണ് ഭരിക്കണം എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ കാലാവധി 5 കൊല്ലമാണ്. ഈ 5 കൊല്ലവും ഇവരിങ്ങനെ കഴിഞ്ഞ സർക്കാരിനെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ പഴിചാരും. എന്ത് വീഴ്ച വന്നാലും, ആരോഗ്യ മേഖലയിലാട്ടെ, വിദ്യാഭ്യാസ മേഖലയിലാട്ടെ, എവിടെ എന്ത് വീഴ്ച വന്നാലും എല്ലാം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കെടുകാര്യസ്ഥതയായിട്ടാണ് ഇവർ സൂചിപ്പിക്കുന്നത്. കൊങ്കൺ റെയിൽപാത ആദ്യമായിട്ടൊന്നുമല്ലോ കരാർ ഏറ്റെടുത്ത് ചെയ്യുന്നത്. 1990 കൊങ്കൺ റെയിൽപാത നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഗോവയും മഹാരാഷ്ട്രയും കർണാടകയും ഒക്കെ സംസ്ഥാനങ്ങൾ കേരളവുമായിട്ട് ബന്ധിപ്പിക്കാൻ 741 കിലോമീറ്റർ നീളം വരുന്ന റെയിൽപാതയാണ് അവർ 8 വർഷം എടുത്ത് നിർമ്മിച്ചത്. അപ്പോൾ അതിനകത്ത് 90 ടണൽസും 2000 പാലങ്ങളുമാണുള്ളത്.
അപ്പോൾ ഗോവ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ വയനാടിൻ്റെ സെയിം ലൈക്ക് അതേ രീതിയിലുള്ള ഒരുപാട് വെല്ലുവിളികൾ ഏറ്റെടുത്തിട്ടാണ് ആ ഗോവയിലൊക്കെ ആ പണി പൂർത്തീകരിച്ചത്. ഒരുപാട് ആയിരക്കണക്കിന് തൊഴിലാളികളും നൂറുകണക്കിന് എഞ്ചിനീയർമാരും അഹോരാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇതുണ്ടായത്. അന്നും ഇതുപോലെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അന്നും പ്രകൃതിക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ പല തലങ്ങളിൽ നിന്നും അന്നും ഉണ്ടായിരുന്നു. ഇന്നും അതേപോലെയാണ്. ഇപ്പോൾ ഏറ്റവും മികച്ച, ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച, ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു റെയിൽപാതയാണ് കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് നാളെ നമുക്കും അഭിമാനിക്കാവുന്ന ഒരു തുരങ്കപാതയാണ് ഈ പറയുന്ന പിന്നെ അനക്കാമ്പൊയിൽ കല്ലാടി തുരങ്കപാത. ഇതുപോലെ നമുക്ക് അഭിമാനിക്കാൻ കൊള്ളാവുന്നതന്നെ. ഏതൊരു പ്രോജക്റ്റും വരുമ്പോഴത്തേനും അതിനകത്ത് ഏത് നല്ല കാര്യമാണെങ്കിലും വരുമ്പോഴത്തേനും പലതരത്തിലുള്ള പലയിടത്തു നിന്നുള്ള വിമർശനങ്ങളുണ്ടാകും. അത് ഈ കേസ് എന്നല്ല, ഏത് കേസിലും ഉണ്ടാകും. അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം എന്തായാലും അതിൻ്റെ ഫൈനൽ എന്ന് പറയുന്നത് ഇത് കുറേ കൂടെ നീട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ക്യൂസ് കിട്ടിയിരിക്കുന്നു. തേടിയ പള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്നത് പോലെ ഇതങ്ങോട്ട് നീട്ടി വെക്കാൻ വേണ്ടിയുള്ള ഒരു എക്സ്ക്യൂസ് ഇന്നത്തെ സർക്കാരിന് കിട്ടിയിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ ഇതിനകത്ത് സർക്കാർ തന്നെയാണ് പ്രതി, വേറെ ആരുമില്ല. വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ട രീതിയിൽ ഉത്തരവാദിത്വപരമായിട്ട് മേൽനോട്ടം വഹിച്ച് ചെയ്യാൻ പറ്റാഞ്ഞതിന് മറ്റുള്ളവരെ പഴിചാരി രക്ഷപ്പെടുകയാണ്, മറ്റു പലതും പറഞ്ഞ് പഴിചാരി രക്ഷപ്പെടുകയാണ്. ഈ ക്യാപ്സ്യൂളുകൾ കുറേയൊക്കെ ആൾക്കാരിലേക്ക് പോകും, ഇല്ലാന്നല്ല. പക്ഷേ കുറേ ചിന്താശേഷിയും കുറേ കാര്യബോധവുമുള്ള മനുഷ്യരിലൊന്നും ഇതൊന്നും എങ്ങും എത്തത്തില്ല. അത് വെറുതെയാണ്, വെറുതെ പടച്ച് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഓക്കെ. പിന്നെ ഒന്നുകൂടെ, നാളെ പിണറായി വിജയൻ അവിടെ ദുരന്ത സ്ഥലത്ത് സന്ദർശിക്കാൻ പോകുന്നൊരു 24-ൻ്റെ നല്ല ക്ലാരിറ്റിയുള്ള ഫോട്ടോ ഉണ്ടല്ലോ, മറ്റേ ആ ഫോട്ടോ വെച്ചിട്ടുള്ള പടം കൊണ്ട് അവന്മാർക്ക്, ഈ ചാനലുകാരന്മാർക്ക് കിട്ടുന്നത് ആ സൈസിലുള്ള ഫോട്ടോയെ കിട്ടത്തുള്ളൂ. അതാണല്ലോ അവരുടെ എയിം എന്ന് പറഞ്ഞാൽ. അജണ്ട അതാണല്ലോ. എങ്ങനെയായാലും ഇടതുപക്ഷത്തെ പിന്നെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും അജണ്ട. അപ്പം അതിനനുസരിച്ച് പൂർവാധികം ശക്തിയോടെ പലർക്കും കാര്യങ്ങൾ മനസ്സിലായി വരുന്നു എന്നുള്ളതാണ്, മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് താഴെ വന്നേക്കുന്ന കുറേ കമൻസ് കണ്ടു. ഒരു 100-300 കമൻറ്റോളം കുത്തിയിരുന്ന് നോക്കി. അതിൽ ഒരേ ഒരാൾ മാത്രമാണ് ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു കമൻറ്റ് കണ്ടത്. ബാക്കി മൊത്തവും പിണറായി വിജയൻ ഇവൻ്റെയൊക്കെ കുടുംബസ്വത്ത് എന്താണ്ട് കട്ടെടുത്തോ പിടിച്ചു പറിച്ച രീതിയിലുള്ളതാണ്, അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിൻ്റെ അടിവേരുള്ളൊക്കെ രീതിയിലുള്ള അത്രമാത്രം പകയും വൈരാഗ്യവും വെച്ചുകൊണ്ടുള്ള രീതിയിലുള്ളതാണ് കമൻസ് മൊത്തം. എന്തായാലും ആ മനുഷ്യനെ എടുത്തിട്ട് ഹെലികോപ്റ്റർ ദൂരത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ട് ഹെലികോപ്റ്ററിൽ ഇന്നലെ 2 ഞെളിഞ്ഞ് കയറി ഇരുന്ന് പോയത്, അതിന് വല്ല ഉളുപ്പുണ്ടോ? അപ്പം എല്ലാം ഓക്കെയാണ്, അതിന് നല്ലതായിരുന്നു. അപ്പം അതിനാരും ഒരു മാപ്രകളി എടുത്തൊന്നും കണ്ടില്ല. സത്യം പറഞ്ഞാൽ ഈ മാധ്യമപ്രവർത്തകർ നിങ്ങൾ നിർത്തിയിട്ട് വേറെ വല്ല പണിക്കും പോകുന്നത് നല്ലത്. മാധ്യമപ്രവർത്തനത്തിനൊരു നീതിയുണ്ട് കേട്ടോ. ഒരു സത്യത്തിൻ്റെ ഒരു 50% സത്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു നീതിയുണ്ട്. വെറും പണം മാത്രമാവരുത്, വെറും ബിസിനസ് മാത്രമാവരുത്. ചെയ്യുന്ന ജോലിയോട്, ചെയ്യുന്ന പ്രൊഫഷനോട് കുറച്ചെങ്കിലും നീതി പുലർത്തുക, എങ്കിൽ മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ. നമുക്ക് ഒരു എന്താ പറയണ്ടേ, ഒരു ആത്മാർത്ഥത വേണ്ടേ, നമുക്ക് സ്വയം ഒരു ആത്മാർത്ഥത വേണ്ടേ. മാധ്യമപ്രവർത്തകരാണ് നിങ്ങൾക്ക് സ്വയം ഒരു ആത്മാർത്ഥത വേണ്ടേ. നിങ്ങൾ ചെയ്യുന്ന ജോലിയോട് നിങ്ങൾ കുറേയെങ്കിലും നീതി കാണിച്ചു എന്ന് നാളെ ഒരു സമയത്താണ് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളൊരു ഒരിടം വേണ്ടേ. ഇങ്ങനെയെല്ലാം ബിസിനസ് ആക്കരുത്. ഈ ബിസിനസ്സിന് അപ്പുറം മാനുഷിക പരിഗണന, അല്ലെങ്കിൽ മനുഷ്യത്വം എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്നറിയാം, എന്നാലും അതങ്ങ് പറഞ്ഞെന്നുള്ളൂ. വളരെ ഹീനവും നിന്ദ്യവും നീചവുമായ ഇതുപോലുള്ള മാധ്യമപ്രവർത്തനം ഈ കാലഘട്ടത്തിൻ്റെ ശാപം എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ.